നമസ്കാരം, എല്ലാവർക്കും അഗ്രിഗുരുവിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് വീഡ് മാനേജ്മെൻറ്റ്. കളകളെ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം, ഈ ഒരു പ്രസ്തുത ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ 37% വിളനാശത്തിന് കാരണമാകുന്നത് കളകളാണ്. അപ്പോൾ എന്തുകൊണ്ടും കളകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. പല മെത്തേഡുകൾ നമുക്ക് എന്താണ് കള നിയന്ത്രണത്തിനായിട്ട് ഉപയോഗിക്കാം. ആ മെത്തേഡ്സിലോട്ട് കടക്കുന്നതിന് മുൻപ് there are 3 different key principles in weed management. 3 തത്വങ്ങളുടെ ബേസിസിലാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ മെത്തേഡ്സും പ്രാവർത്തികമാക്കുന്നത്. നമുക്കറിയാം എന്താണെന്ന് നോക്കാം. ആദ്യമായി വരുന്നതാണ് വീഡ് പ്രിവെൻഷൻ. രണ്ടാമത് വീഡ് ഇറാഡിക്കേഷൻ. മൂന്നാമതായി വരുന്ന മെത്തേഡാണ് വീഡ് കൺട്രോൾ. ഈ 3 ബേസിക് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ പറയുന്ന ഏത് മെത്തേഡാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ എടുക്കണം എന്നുള്ള എല്ലാം നമ്മൾ തീരുമാനിക്കുന്നത്. ആദ്യമായി നോക്കൂ, വീഡ് പ്രിവെൻഷൻ. നമ്മളെല്ലാവരും ചെറുപ്പകാലം തൊട്ട് കേട്ടിട്ടുള്ളൊരു എന്താണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ കളകൾ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതൽ എടുക്കാൻ പറ്റുമോ ആ മുൻകരുതലുകളെല്ലാം നമ്മൾ എടുത്തിരിക്കണം. അതാണ് വീഡ് പ്രിവെൻഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഉദാഹരണത്തിന് നമുക്ക് പനി വരികയാണെങ്കിൽ പനി വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് എന്താണ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ മാർഗം. രണ്ടാമത്തെ നോക്കൂ, വീഡ് ഇറാഡിക്കേഷൻ. ഇറാഡിക്കേഷൻ എന്നുള്ള വാക്ക് നമുക്ക് സമ്പൂർണ്ണമായിട്ട് നമ്മൾ തുടച്ച് മാറ്റുക അല്ലെങ്കിൽ തുടച്ച് നീക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഫീൽഡിൽ ഇപ്പോൾ മൊത്തം കളകൾ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള കളകളുടെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ വിത്ത് വരെ ഉണ്ടെങ്കിൽ അതിനെ അടക്കം ഉന്മൂലമായിട്ട് നമ്മൾ നശിപ്പിച്ച് കളയുക എന്നുള്ള കൺസെപ്റ്റാണ് വീഡ് ഇറാഡിക്കേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കതിനെ ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു പർട്ടിക്കുലർ സോയിലിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ എല്ലാ വീഡ്സിനെയും അതിൻ്റെ എല്ലാ പ്രൊപ്പഗ്യൂൾസിനെയും ഇറാഡിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വളരെ ഭീമമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ കടമയാണ് വീഡ് ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വീഡ് ഇറാഡിക്കേഷൻ എപ്പോഴും ഏറ്റവും ലോ പ്രിഫറൻസിലായിരിക്കും വെച്ചിരിക്കുന്നത്. മൂന്നാമത്തെ നോക്കൂ, വീഡ് കൺട്രോൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് വീഡ് കൺട്രോൾ എന്ന് പറയുന്നത്. വീഡ് കൺട്രോൾ നമ്മൾ എന്ത് ആണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ, വീഡ്സിനെ നമ്മൾ നശിപ്പിക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നു നമ്മൾ? വി ആർ കീപ്പിംഗ് ദ പോപ്പുലേഷൻ ഓഫ് ദ വീഡ്സ് ഇൻ സച്ച് എൻ ഏരിയ ദാറ്റ് ദേ വോണ്ട് ക്രോസ് എനി ഫർദർ yield loss. അതായത് ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് താഴെയായിരിക്കും നമ്മൾ വീഡ്സിൻ്റെ പോപ്പുലേഷനെ വെക്കുന്നത്. ആ ലിമിറ്റ് എന്തായിരിക്കും? ഈ ലിമിറ്റിന് മുകളിലാണ് നിങ്ങളുടെ സ്ഥലത്തെ വീഡ് പോപ്പുലേഷൻ എങ്കിൽ അത് yield lossന് കാരണമാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പർട്ടിക്കുലർ ലിമിറ്റിന് താഴെയായിരിക്കണം വീഡ് പോപ്പുലേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ നിൽക്കുന്നില്ല. അതായത് ഒരു എക്കോസിസ്റ്റം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വീഡ് കൺട്രോൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദീസ് 3 ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് വീഡ് മാനേജ്മെൻറ്റ്. നമുക്കിനി എന്താണ് ഏതൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ വീഡ് മാനേജ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ മെത്തേഡ് നോക്കൂ, ഫിസിക്കൽ മെത്തേഡ്. ഈ പറയുന്ന 4 മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ മെത്തേഡ്, കൾച്ചറൽ മെത്തേഡ്, ബയോളജിക്കൽ മെത്തേഡ് ആൻഡ് കെമിക്കൽ മെത്തേഡ്. നോക്കൂ, ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ റിലേറ്റഡ് ആയിട്ടുള്ള 4 പിക്ചേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കൂ, ഫിസിക്കൽ മെത്തേഡ്സ്. എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്യുപ്മെൻറ്റ് വെച്ചോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിച്ചോ ആണ് നമ്മൾ കളകളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ പറിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെല്ലാം ഫിസിക്കൽ മെത്തേഡ്സിൽ ഉൾപ്പെടുത്താം. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ? ഒരു തൂമ്പെടുത്ത് നമ്മൾ ഒരു ഫീൽഡിലുള്ള കളകളെ കട്ട് ചെയ്യും അല്ലെങ്കിൽ ചെത്തിയെടുക്കുന്നു. അതൊക്കെ ബേസിക്കലി ഫിസിക്കൽ മെത്തേഡിൽ വരും. അതുപോലെ തന്നെ പല 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 മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, വീൽ ഹോസ്, അതുപോലെ തന്നെ ടില്ലേജ് എക്യുപ്മെൻറ്റ്സ്, ഇംപ്ലിമെൻറ്റ്സ് എല്ലാം വെച്ച് നമ്മൾ കളകളെ നശിപ്പിക്കുകയാണെങ്കിൽ നമുക്കതിനെ ഫിസിക്കൽ മെത്തേഡ്സിൽ ഉൾപ്പെടുത്താം. ഫിസിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മെത്തേഡ് നോക്കൂ, ദാറ്റ് ഈസ് കൾച്ചറൽ മെത്തേഡ്. കൾച്ചറൽ മെത്തേഡിൽ നമ്മൾ ഒരിക്കലും ഒരു ഫിസിക്കൽ ഫോഴ്സ് എന്നതിനുപരി ക്രോപ്പും വീടും തമ്മിലുള്ള കോമ്പറ്റേറ്റീവ് എബിലിറ്റിയാണ് നമ്മൾ അവിടെ
നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതായത് ഒരിക്കലും ക്രോപ്പിന് എങ്ങനെ ഈ കളയിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ ക്രോപ്പിന് നമുക്ക് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപക്ഷെ നമുക്ക് ഡേറ്റ് ഓഫ് സോയിങ് അല്ലേ, ഡേറ്റ് ഓഫ് സോയിങ് നമുക്ക് മാറ്റാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളകൾ കൂടുതൽ വരുന്ന സമയത്ത് ക്രോപ്പ് നടാതെ കളകൾ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ക്രോപ്പ് നടാം. ഡേറ്റ് ഓഫ് സോയിങ്, മെത്തേഡ് ഓഫ് സോയിങ് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ സീഡ് റേറ്റ് നമുക്ക് മാറ്റാം. അതായത് കാർഷികപരമായിട്ട് നമുക്ക് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് കൾച്ചറൽ മെത്തേഡിലാണ് ഉപയോഗിക്കുന്നത്. ഡേറ്റ് ഓഫ് സോയിങ്, ടൈം ഓഫ് സോയിങ്, മെത്തേഡ് ഓഫ് സോയിങ് ഇതൊക്കെ വരുന്നത് കൾച്ചറൽ മെത്തേഡ്സിലാണ്. ഇതൊക്കെ നമുക്ക് ആൾട്ടർ ചെയ്തുകൊണ്ട് ക്രോപ്പും വീടും തമ്മിലുള്ള കോമ്പറ്റേറ്റീവ് എബിലിറ്റിയെ മാറ്റാൻ സാധിക്കും. മൂന്നാമത്തെ മെത്തേഡ് നോക്കൂ, ഇറ്റ് ബയോളജിക്കൽ മെത്തേഡ്. ബയോളജിക്കൽ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനി ലിവിങ് ഫോം, അതായത് ജീവനുള്ള ഏതെങ്കിലും ഒരു ഓർഗാനിസത്തെ ഉപയോഗിച്ച് നമ്മൾ ഈ പർട്ടിക്കുലർ കളകളെ നശിപ്പിക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അത് ബയോളജിക്കൽ മെത്തേഡിലോട്ട് വരുന്നത്. ബയോളജിക്കൽ മെത്തേഡ് പറയുമ്പോൾ ഈ പറയുന്നതിൽ ഏറ്റവും സേഫായിട്ട്, അത് എൻവയോൺമെൻറ്റിനെ വളരെ സേഫായിട്ടുള്ളൊരു മെത്തേഡ്, കാരണം അവിടെ ഒരു എക്കോസിസ്റ്റം ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണ്, the success rate and also the time lag for its efficient എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സക്സസ് കിട്ടണമെങ്കിലുള്ള ടൈം ലാഗ് ഇപ്പോഴും ബയോളജിക്കൽ മെത്തേഡിന് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അവസാനമായി ഞാൻ പറയുന്ന ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് കെമിക്കൽ മെത്തേഡ്. ഇറ്റ് ഈസ് എന്താണ് ഏറ്റവും കൂടുതൽ ക്വിക്കായിട്ടുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് മിനിമം സമയം കൊണ്ട് നമുക്ക് കൂടുതൽ ഏരിയ കവർ ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു കൺട്രോൾ മെത്തേഡ് അല്ലെങ്കിൽ കൺട്രോൾ കിട്ടുന്നൊരു മെത്തേഡാണ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ വിൽ ബി യൂസിങ് ഹെർബിസൈഡ്സ്, കളനാശിനികൾ ഉപയോഗിച്ച് നമ്മൾ എന്താണ് വീഡ്സിനെ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് ഈ പറയുന്നതിൽ ഏറ്റവും ക്വിക്കസ്റ്റ് മെത്തേഡ്, ക്വിക്കസ്റ്റ് എഫക്റ്റ് കിട്ടുന്നതാണ്. പക്ഷേ എഫിഷ്യൻസി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഫിസിക്കൽ മെത്തേഡ് തന്നെയാണ് നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് പറയുന്നത്. കാരണം നമ്മൾ നമ്മുടെ കണ്ടുകൊണ്ട് ഏറ്റവും കുറവ് നമ്മൾ തന്നെയായിരിക്കും ആവശ്യമുള്ള വീഡ്സിനെ എടുത്ത് മാറ്റുന്നത്. സോ ദീസ് 4 ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വീഡ് മാനേജ്മെൻറ്റ്: ഫിസിക്കൽ, കൾച്ചറൽ, ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ്. ആൻഡ് ഈ പറയുന്ന 4 മെത്തേഡ്സും നമ്മൾ 3 പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് weed prevention, weed control and weed eradication. Thank you.